വെൽക്കം ടു കാന്താരീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പിസ്സയാണ് കേട്ടോ. വീട്ടിൽ ഓവൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, 1 കപ്പ് പാല്, വെള്ളുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, ക്യാബേജ്, ക്യാപ്സിക്കം, ചെറിയൊരു പീസ് തക്കാളി, പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അമൂലിൻ്റെ ചീസാണ് കേട്ടോ. പിന്നെ ബട്ടർ, ഈസ്റ്റ് 1 സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു കുരുമുളക് പൊടി. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാല് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ പാല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വെച്ച പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി മാവിനെ പരത്തണത് പോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ പിസയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവായിരിക്കണം നമ്മുടെ പിസയ്ക്കുള്ള മാവ്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ മാവ് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പം നമുക്ക് മാവ് പാനിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് ഇടയ്ക്ക് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം നല്ല കമ്മിയാക്കിയിട്ടേ വെക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ മാവ് മറിച്ചിട്ടതാണ് കേട്ടോ. ഇനി 2 സൈഡും നമ്മൾ നന്നായിട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് വെന്ത് വരണത്. അപ്പം നമ്മുടെ മാവ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസ് പുരട്ടി കൊടുക്കാം. അപ്പം നമ്മൾ സോസൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ക്യാബേജ്, ക്യാപ്സിക്കം, അതിലേക്ക് വെല്ലുള്ളിയും തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയോ നോക്കാം. നമുക്കൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തുറന്ന് നോക്കാം. അപ്പം പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എത്തും കേട്ടോ. താങ്ക്